വടക്കാഞ്ചേരിയിൽ ഇനി ഈസിയായി ഐഫോൺ കിട്ടും. 0 ഡൗൺ പേയ്മെന്റിൽ 0 ഇൻട്രസ്റ്റോടെ. എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ. എല്ലാ ഫോണുകളുടെയും സർവീസിംഗിന് വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം. ഡിസ്പ്ലേ, ബാറ്ററി എന്നിവ 10 മിനിറ്റിൽ സർവീസ്. ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം, സ്കൈ ബിൽഡിംഗ്, വടക്കാഞ്ചേരി. ആക്സിസ് ബാങ്കിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. കോൺടാക്ട് 6282044114 8156 812121. വേലൂർ പഞ്ചായത്തിൽ ഭരണത്തിനായി മുന്നണികൾ തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. ഇരു മുന്നണികൾക്കും സ്വാധീനമുള്ള പഞ്ചായത്താണെങ്കിലും കഴിഞ്ഞ 2 തവണയും LDF ആണ് ഭരണം കൈയാളുന്നത്. 2 ഭരണസമിതിയിലും BJP അംഗങ്ങളുണ്ടായിരുന്നുവെന്നതും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. മഹാനായ അർണോസ് പാദ്രിയുടെ കാൽപാദം പതിഞ്ഞ മണ്ണ്. മാറുമറയ്ക്കൽ സമരം, കനാൽ സമരം, ഭൂസമരം തുടങ്ങി ഒട്ടനവധി വിപ്ലവ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാട്. കലയും രാഷ്ട്രീയവും ഇഴചേർന്ന് കിടക്കുന്ന വേലൂർ പഞ്ചായത്ത് ഭരണത്തിനായി മുന്നണികൾ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത്. ഉന്നതമായ ചരിത്രം, കലാ സാംസ്കാരിക പൈതൃകമുള്ള ദേശമാണ് വേലൂർ പഞ്ചായത്ത്. പച്ചപ്പെട്ട കുന്നുകളും വിശാലമായ നെൽപ്പാടങ്ങളും പുഴയും കുളങ്ങളും നീർച്ചാലുകളും വേലൂർ ഗ്രാമത്തെ മനോഹരമാക്കുന്നു. പൊയ്ക്കുതിരവേലയ്ക്ക് പ്രസിദ്ധമായ മണിമലർക്കാവും 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജർമ്മനിയിൽ നിന്നെത്തി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച അർണോസ് പാതിരിയുടെ പള്ളിയും അദ്ദേഹത്തിന്റെ സാഹിത്യ സബരിയാൽ പ്രസിദ്ധമായ അർണോസ് ഭവനവും വേലൂരിന്റെ അഭിമാന സ്തംഭങ്ങളാണ്. കലാഗ്രാമമായ വേലൂർ പ്രസിദ്ധരായ ഒട്ടനവധി കലാ സാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയിട്ടുണ്ട്. വിപ്ലവ സമര പോരാട്ടങ്ങളുടെ ഭൂമികയായതിനാൽ തന്നെ ഇവിടുത്തെ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും കൂടുതലാണ്. LDFനും UDFനും BJPക്കും ഒരുപോലെ വേരോട്ടമുള്ള മണ്ണാണിപ്പോൾ വേലൂർ പഞ്ചായത്ത്. അതിനാൽ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് ഭൂരിഭാഗം വാർഡുകളിലും നടക്കുന്നത്. UDFും LDFും മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 2 തവണ തുടർച്ചയായി പഞ്ചായത്ത് ഭരണം കൈയാളിയത് LDF ആണ്. 2015-ൽ 8 LDF, 6 UDF, 3 BJP എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. 2020-ൽ 9 LDF, 7 UDF, 1 BJP എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ 10 വർഷത്തെ വികസനത്തിന്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ സമഗ്ര വികസനത്തിന്റെ 10 വർഷങ്ങളാണ്. അത് ഒരു മേഖല എന്നുള്ളതല്ല, എല്ലാ മേഖലകളിലും സമഗ്രമായ പുരോഗതി കൊണ്ടുവരാൻ ഈ ഭരണസമിതികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ യാഥാർത്ഥ്യകരമായ ഒരു കാര്യം. നമുക്കറിയാം, ഏറെ ശോചനീയാവസ്ഥയിൽ വെള്ളം കയറിയ ഓഫീസ് എന്നുള്ള രീതിയിലുള്ള വേലൂർ പഞ്ചായത്ത് ഓഫീസിനെ ഏറ്റവും മനോഹരമായ ആധുനിക നിലവാരത്തിലുള്ള ഹൈടെക് എന്നുള്ള രീതിയിൽ തന്നെയുള്ള ഒരു പഞ്ചായത്ത് ഓഫീസാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച നിർമ്മിതി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. എല്ലാ ഓഫീസുകളെയും ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. ഏറെ പുരോഗമനപരമായ രീതിയിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും കൂടിയ IT ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്നാണ് നമ്മുടെ ബഡ്സ് സ്കൂൾ എന്നുള്ളത്. തളിർ ബഡ്സ് സ്കൂൾ ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച സ്കൂളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കുടുംബശ്രീയുടെയും കൂടി ഭാഗമായ ആ ബഡ്സ് സ്കൂളിന് ജില്ലാ മിഷൻ്റെ, തൃശ്ശൂർ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ഏറ്റവും നല്ല മികച്ച ബഡ്സിനുള്ള അവാർഡ് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ഏറ്റവും മികച്ച ഭിന്നശേഷി മേഖലയിലുള്ള ഏറ്റവും മികച്ച പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ വേലൂർ പഞ്ചായത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അവാർഡ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെ 40ഓളം കുട്ടികളുള്ള ഏറ്റവും മികച്ച നിലവാരത്തിൽ അവർക്ക് വേണ്ട ഫിസിയോതെറാപ്പി, അവർക്ക് വേണ്ട മറ്റുള്ള ആധുനിക നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ, പഠനങ്ങൾ, കൃഷി, അതുപോലെ തന്നെ വിവിധ തൊഴിൽ വിപണികളൊക്കെ ഒരുക്കിക്കൊണ്ട് അവരെ ഒരു ജീവിതത്തിലേക്ക്, ഒരു വരുമാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ്. 40ഓളം വിദ്യാർത്ഥികളെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെ കൂടി സംരക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട് ഏറെ സന്തോഷകരമായ ഒരു കാര്യം. മറ്റൊന്നാണ് നമ്മുടെ ആശുപത്രി എന്നുള്ളത്. വളരെ ചുരുങ്ങിയ ആളുകൾ വന്നിരുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്ന ആ സ്ഥാപനത്തെ ഇന്ന് ഏറ്റവും മികച്ച, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ആശുപത്രി എന്നുള്ള രീതിയിലുള്ള കായകൽപ്പം അവാർഡ്, ജില്ലാ അവാർഡുകൾ, ദേശീയ നിലവാരത്തിലുള്ള ശുചിത്വവുമായി ബന്ധപ്പെട്ട ഗുണനിലവാര പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള രീതിയിലുള്ള അവാർഡുകൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞു. ലൈഫ് ഭവന പദ്ധതി, കുടിവെള്ള പദ്ധതികൾ, റോഡുകൾ, വഴിവിളക്കുകൾ, കാർഷിക മേഖല, ആരോഗ്യം, വിദ്യാഭ്യാസം, ചെറുകിട വ്യവസായം, കുടുംബശ്രീ, തൊഴിലുറപ്പ്, ഊർജം, മാലിന്യ സംസ്കരണം, ഭിന്നശേഷിക്കാരുടെ ഉന്നമനം തുടങ്ങി നാടിന്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ ജീവിതം ഗുണകരമാക്കുവാനും MLAയുടെയും
ത്രിതല പഞ്ചായത്തുകളുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി ഒട്ടനവധി കർമ്മ പദ്ധതികൾ നടപ്പാക്കിയെന്ന് LDF അവകാശപ്പെടുന്നു. ആധുനിക രീതിയിലുള്ള പഞ്ചായത്ത് ഓഫീസ് കെട്ടിട നിർമ്മാണവും ഭിന്നശേഷി വിഭാഗക്കാർക്കായി തളിർ എന്ന പേരിൽ റിഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ച് അവരുടെ ഉന്നമനത്തിനായി പദ്ധതികൾ നടപ്പിലാക്കി സംസ്ഥാന സർക്കാരിൻ്റേത് ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയതും വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആധുനികവൽക്കരണവും കിടായിപ്പാടം ജലസംരക്ഷണ പദ്ധതിയും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്നാൽ 10 വർഷത്തെ LDF ഭരണം വലിയ പരാജയമായിരുന്നുവെന്നും സർവ്വ മേഖലയിലും വികസന മുരടിപ്പാണ് സൃഷ്ടിച്ചതെന്നും കോൺഗ്രസും BJPയും ആരോപിക്കുന്നു. ഗ്രാമീണ റോഡുകൾ തകർന്ന് യാത്രായോഗ്യമല്ലാതായിത്തീർന്നു. ലൈഫ് വീടുകൾക്ക് ഫണ്ട് നൽകാത്തതിനാൽ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഴിമതിയും അപാകതയും കൊണ്ട് കിടായിപ്പാടം സംരക്ഷണ ഭിത്തികളും ഇടിഞ്ഞു വീണു. ഹെൽത്ത് സെന്റർ മഴ പെയ്താൽ ചോർന്നൊലിക്കും. ആഡംബര രീതിയിൽ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തനത് ഫണ്ട് 3.5 കോടി രൂപ വകമാറ്റി ചെലവഴിച്ചു. ഇതിനെ തുടർന്ന് വാർഡുകളിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. റോഡ്, കുടിവെള്ള പദ്ധതികൾ പൂർണ്ണമായി നിലച്ചു. കെട്ടിടം പണിക്ക് ഫണ്ട് കണ്ടെത്താനായി ബിൽഡിംഗ് ടാക്സ് 8% നിന്ന് 10% ഉയർത്തി ജനങ്ങൾക്ക് നികുതി ഭാരം വർദ്ധിപ്പിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വേലൂരിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ രീതിയിൽ പറഞ്ഞ് കൊട്ടിഘോഷിച്ച ജനങ്ങൾക്കും കൃഷിക്കാർക്കും ഏറെ ആവശ്യമുള്ള കിടായിപ്പാടം പദ്ധതി വെള്ളത്തിലായത് നമ്മളൊക്കെ കണ്ടാവും. 3.5 കോടി 4 കോടി രൂപ വെള്ളത്തിലായി പോയി. അതിനെ കുറിച്ച് യാതൊന്നും ചെയ്യാനായിട്ട് ഈ പഞ്ചായത്ത് ഭരണസമിതി നേരിട്ട് ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വേലൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുക. ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ട റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ കരാറുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോലും ഈ ഭരണസമിതി ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വിഷമമുള്ള ഒരു പദ്ധതിയായിട്ടിരിക്കുന്നത്. നാണുപടി അതുപോലെ തന്നെ കിരാലൂർ റോഡ് വലിയ രീതിയിൽ 2020 ഉദ്ഘാടനമൊക്കെ കഴിച്ചിട്ട് 5 വർഷം പൂർത്തീകരിച്ചിട്ടും ഒരു ബൈക്ക് പോലും അല്ലെങ്കിൽ നടന്നു പോലും യാത്രക്കാർക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയിൽ അത്രയും തകർന്നിട്ടാണ് ആ റോഡുകൾ കിടക്കുന്നത്. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ 5 വർഷക്കാലമായിട്ട് ഇപ്പോഴും ടാങ്കർ ലോറിയിൽ മാർച്ച് മാസം തൊട്ടിട്ട് വെള്ളം അടിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് വേലൂർ ഗ്രാമപഞ്ചായത്ത് പോകുന്നത്. ഇവിടെ നമുക്കറിയാം തയ്യൂർ ഭാഗത്തും പഴവൂർ ഭാഗത്തുമൊക്കെ കോറികൾ ഇഷ്ടം പോലെ നല്ല വെള്ളമുള്ള കോറികൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ റീസൈക്കിൾ ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുന്ന പ്രൊജക്റ്റുകളൊന്നും ചെയ്യാതെ ഇപ്പോഴും ടാങ്കർ ലോറിയിൽ ലക്ഷക്കണക്കിന് രൂപ പഞ്ചായത്തിന്റെ ദൂർത്തടിക്കുന്ന പദ്ധതിയുമായിട്ട് ഈ പഞ്ചായത്ത് പോയിക്കൊണ്ടിരിക്കുക. 10,000-ഓ 20,000-ഓ ചെലവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല കുടിവെള്ള പദ്ധതികളുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാം എന്നിരിക്കെ അതൊന്നും ചെയ്യാതെ ഇപ്പോഴും ടാങ്കർ ലോറിയിലേക്ക് വെള്ളം കൊടുത്തുകൊണ്ട് അതിന്റെ കമ്മീഷൻ അടിക്കുന്ന ഒരു പഞ്ചായത്ത് ആയിട്ട് ഭരണസമിതിയായിട്ട് CPM മാറിയിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ആർക്ക് വേണമെങ്കിലും പഞ്ചായത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളാണ്. സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താതെയായിട്ടും അതുപോലെ തന്നെ ഇരുട്ടുമൂടിയ വഴികളുമൊക്കെ ആയിട്ട് വേലൂർ പഞ്ചായത്തിന്റെ പല സ്ഥലങ്ങളും മൂടിക്കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള വെള്ളം, വെളിച്ചം, റോഡാണ് ഏതൊരു മനുഷ്യനും ആവശ്യമായിട്ടുള്ളതെങ്കിൽ അത് നടപ്പിലാക്കുന്നതിൽ തികഞ്ഞ പരാജയമായിട്ടാണ് ഈ പഞ്ചായത്ത് പോയിട്ടുള്ളത്. പഞ്ചായത്ത് മാറി മാറി ഭരിച്ച LDFും UDFും ജനദ്രോഹ ഭരണമാണ് കാഴ്ചവെച്ചതെന്നും എടുത്തു പറയാൻ കഴിയുന്ന ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നും BJP ആരോപിക്കുന്നു. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് രാഷ്ട്രീയ വിവേചനം വളരെയധികം നേരിട്ട ഒരു വാർഡ് മെമ്പറാണ് ഞാൻ. എൻ്റെ വാർഡിലേക്ക് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ വിവേചനം എന്ന പേരിൽ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കുറവ് ഫണ്ട് കിട്ടിയിട്ടുള്ള ഒരു വാർഡ് മെമ്പർ ഞാൻ തന്നെയാണ്. എന്നിരുന്നാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വാർഡിലേക്ക് കാന, കോൺക്രീറ്റ്, ടാറിങ്, റിട്ടാറിങ്, ജനക്ഷേമ പദ്ധതികൾ, കുടിവെള്ള പദ്ധതികൾ എന്നിവയൊക്കെ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല സുരേഷ് ഗോപി സാറിൻ്റെ MP ഫണ്ടിൽ നിന്ന് 38-ൽ പരം കുടുംബങ്ങൾക്ക് ജലസേചനം എത്തിക്കാനായിട്ട് കുടിവെള്ളം എത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വേലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തകർന്നടിഞ്ഞ റോഡുകളാണ്. അതിനൊരു എക്സാമ്പിളാണ് ചുങ്കം മുണ്ടൂർ റോഡ്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ ഒരു റോഡാണത്. ഇതുവരെയും അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. കത്താത്ത സ്ട്രീറ്റ് ലൈറ്റുകൾ, അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ടിട്ട് സ്ട്രീറ്റ് മെയിൻ വലിക്കാൻ ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഫണ്ടില്ലാത്ത ഒരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത്. പോരാട്ട വീര്യമുള്ള മണ്ണാണ് വേലൂർ പഞ്ചായത്ത്. ഭരണ മികവുകൾ ഉയർത്തിക്കാട്ടി തുടർ ഭരണത്തിനായി LDF ശ്രമിക്കുമ്പോൾ ഭരണകോട്ടങ്ങൾ എടുത്തു പറഞ്ഞ് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് UDF. നില കൂടുതൽ മെച്ചപ്പെടുത്തി ഭരണസമിതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് BJPയും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. വടക്കഞ്ചേരിയിൽ ഇനി ഈസിയായി ഐഫോൺ കിട്ടും. 0 ഡൗൺ പേയ്മെന്റിൽ 0 ഇൻട്രസ്റ്റോടെ. എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ. എല്ലാ ഫോണുകളുടെയും സർവീസിംഗിന്
വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം. ഡിസ്പ്ലേ, ബാറ്ററി എന്നിവ 10 മിനിറ്റിൽ സർവീസ്. ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം, സ്കൈ ബിൽഡിംഗ്, വടക്കാഞ്ചേരി. ആക്സിസ് ബാങ്കിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. കോൺടാക്ട് 6282044414 8156 812121.